ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 17ാമത്തെ ദശകം ആരംഭിക്കുകയാണ്. ഇന്നത്തെ അധ്യായം അന്ന് ധ്രുവചരിതമാണ് പാരായണം ചെയ്യുന്നത്, അർത്ഥം അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ അധ്യായം ആരംഭിക്കുന്നതിന് വേണ്ടി, അതായത് ധ്രുവചരിത്രത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളുടെ അവതരണം നടത്തുന്നതിന് പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിനെ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരയേ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ സുമിച്ഛമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മള് 17ാമത്തെ ദശകത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ ഉള്ള പുസ്തകത്തിൽ തൊട്ട് വായിക്കാൻ തുടങ്ങിയതാണ് ധ്രുവചരിത്രം. ധ്രുവന്റെ കഥ. ഒരു അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടായിരുന്നു, 2 ഭാര്യ ഉണ്ടായിരുന്നു. മൂത്ത ഭാര്യയുടെ കുട്ടി വിഷമിക്കുന്ന കഥ നമ്മള് ചെറിയ പ്രായത്തിൽ തൊട്ട് തന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ്. ആ കഥയാണ് ധ്രുവന്റെ കഥ. അതാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ പതിവ് പോലെ ചെയ്യുന്ന കഴിഞ്ഞ 16ാമത്തെ ദശകം കഴിഞ്ഞ സ്ഥിതിക്ക് അത് മുഴുവനായിട്ട് ആദ്യം വായിക്കാം. ദക്ഷോ വിരിഞ്ചതനയോധമനോതനൂജാം ലബ്ധ്വാ പ്രസൂതിം ഇഹ ഷോഡശ ആപകന്യാഃ ധർമ്മേ ത്രയോദശ ദദോ പിതൃഷു സ്വതാം ച സ്വാഹാം ഹവിർഭുജസതി ഗിരിശേ ത്വദംസേ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂർത്യർഹി ധർമ്മഗൃഹിണി സുഷിപേ ഭവന്തം നാരായണം നരസഹം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ ഘൃതതുര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനോ സുരൗഘോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദൈത്യം സഹസ്രകവചം കവചൈഃ പരീതം സഹസ്രവത്സരതപഃ സമരാഭിലഭ്യൈഃ പര്യായ നിർമ്മിത തപ സമരോ ഭവന്തൗ സൃഷ്ടൈക കങ്കുടമമും നിഹിതം സലീലം. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്വാചരന്നുപദിശന്ന വിമോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമദ്യവാസീഃ സക്രോദതേ സമദവോ ബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രതിഗായമാനം. ഓം നമോ ഭഗവതേ വാസുദേവായ. കാമോ വസന്തമലയാ നിലബന്ധുശാലീ കാന്താകടാശ വിശിഖൈർവികസദ്വിലാസൈഃ വിദ്യന്മുഹുർമുഹുരഃ കമ്പമുദീക്ഷ്യ ച ത്വം ഭീരുസ്ത്വയാദ ജഗതേ മൃദുഹാസഭാജാ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിദ്യാലമങ്കജവസന്തസുരാംഗനാവോ മന്മാനസം ത്യുഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സുപദാമദൈഷാം പ്രാദർശയ സ്വപരിചാരക കാതരാക്ഷീഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സമ്മോഹനായ മിളിതാ മദനാദയാസ്തേ ഉദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ ദത്വാം ത്വയാ ച ജുഹുഃ തവൈവ സർവാസി ഗർവശമനീം പുനരശ്യീം താം. സമ്മോഹനായ മിളിതാ മദനാദയാ തേ ഉദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ ദത്താം ത്വയാ ച ജുഗുഃ ത്രപയാ ഏവ സർവ ദത്താം ത്വയാ ച ജുഗുഃ ത്രപയാ ഏവ സർവേ സർവാസി ഗർവശമനീം
പുന ഊർവശീം ത്വാം സർവാസി ഗർവശമനീം പുന ഊർവശീം ത്വാം ദുഷ്ടോർവശീം തവ ഗതാം ച നിശമ്യ ചക്രഃ പര്യാകലോചരി ഭവൻ മഹിമാവമർമസ്യാത് ദൃഷ്ട്വാർവശീം തവ ഗതാം ച നിശമ്യ ചക്രഃ പര്യാകുലഃ അജനീഭവത് महिमा अवमर्शात् एवं प्रशान्तरवणीयतरवतारात् तत्त्वः त्वत्तः अधिकवरदः कृष्णतनुः त्वयेवं दुष्टोर्वशीं तव गतां च निशम्य चक्रः पर्याकुलोजनि भवन् महिमावमर्शात् एवं प्रशान्तरमणीयातरावतारा तत्त्वोऽधिको भरतकृष्णतनुस्त्वमेव ॐ नमो भगवते वासुदेवाय दशस्तु दादुरतिलालनया रजान्तो नात्यादृतस्त्वयि च कष्टमशान्तिरासीत् येन व्यरुद्धसभवत्तनुमेव सर्वं यज्ञे च वैरपिशुनेषु सुधाम्यमानीत् दशस्तु दादुरातिलालनया रजान्तो नादादृतस्त्वयि च कष्टमशान्तिरासीत् येन व्यरुद्धसभवत्तनुमेव सर्वं यज्ञे च वैरपिशुनेषु सुधाम्यमानीत् कृत्ते सममर्थितमगः सदुकृतशीर्षो देवप्रसादितहरादलब्धजीवः त्वत्पूरीतकृतवरः पुनरापशान्तिं सत्वं प्रशान्तिकर पाहि मरुत्पुरेश कृत्ते समर्थितमगः सदकृतशीर्षो देवप्रसादितहरादलब्धजीवः त्वत्पूरितकृतवरः पुनरापशान्तिं सत्वं प्रशान्तिकर पाहि मरुत्पुरेश ओम नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. അങ്ങനെ നാരായണ അവതാരം കഴിയും. അടുത്തത് നമ്മൾ ധ്രുവചരിത്രത്തിലേക്ക് കിടക്കുകയാണ്. ഉത്താനപാദനൊക്കെ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ്. ഉത്താനപാദന്റെ പേരും സുനീതിയുടെയും സുരുചിയുടെയും പേരുകളൊക്കെ കേൾക്കാത്തവര് മലയാളികളായിട്ട് ആരും ഉണ്ടാവില്ല. ബാക്കിയുള്ള സ്ഥലത്ത് എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളൊക്കെ ഒന്നാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് ഇതിന്റെ കഥയൊക്കെ. അപ്പൊ അതാണ് ഇന്ന് ഞാൻ വായിക്കാൻ പോകുന്നത്. ധ്രുവചരിതം 17ാമത്തെ ദശകം ശ്രീമദ് നാരായണീയം. ഉത്താനപാദനപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാമഭീഷ്ടാ അന്യാസു നീതിരിതഭർത്തുരനാദൃതാസാ ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. ഉത്താനപാദനപതേർമനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാമഭീഷ്ടാഃ അന്യാസു നീതിഃ ഇതി ഭർത്ര അനാദുദാസാ ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. ഉത്താനപാദ നൃപതേഃ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ടാ അന്യാ സുനീതി ഇതി ഭർതൃ നാദൃതാസാ ഭർതൃ അനാദൃതാസാ അന്യാ സുനീതി സുനീതി ഇതി സുനീതിഃ ഇതി ഭർതൃ അനാദൃതാസാ ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. ഉത്താനപാദ നൃപതേ മനുനന്ദനസ്യ ജായാ ബഭൂവ സുരുചിഃ നിതരാം അഭീഷ്ടാഃ അന്യാ സുനീതിഃ ഇതി ഭർതൃ അന്യാദൃതാസാ ത്വാമേവ നിത്യമഗതിഃ ശരണം ഗതാഭൂത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. സ്വയംഭൂ മനുവിന്റെ പുത്രൻ, അതായത് നമ്മൾ പറഞ്ഞില്ലേ സ്വയംഭൂ മനുവിന്റെ പുത്രി ദേവഹൂതി. ദേവഹൂതിയാണ് കർദമൂനി കല്യാണം കഴിച്ചത്. അങ്ങനെ കുട്ടികളുണ്ടായി, കപിലനൊക്കെ ജനിച്ചു. അടുത്തത് സ്വയംഭൂ മനുവിന്റെ പുത്രന്റെ പേര് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഉത്താനപാദൻ. അപ്പൊ ഉത്താനപാദ മഹാരാജാവിന് സുരുചി എന്ന ഭാര്യ ഉണ്ടായിരുന്നു. ഉത്താനപാദ മഹാരാജാവിന് സുരുചി എന്ന ഭാര്യ, അവൾ ഏറ്റവും പ്രിയമുള്ളവളായി ഭവിച്ചു. മറ്റേ ഭാര്യയുടെ പേര് സുനീതി. സുനീതിക്ക് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല ഭർത്താവിന് സുനീതിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വയംഭൂ മനുവിന്റെ പുത്രനായ ഉത്താനപാദ മഹാരാജാവിന് സുരുചി എന്ന ഭാര്യയും ഏറ്റമുള്ളവളായി ഭവിച്ചു.
മറ്റേ ഭാര്യയുടെ പേരാണ് സുനീതി. ഭർത്താവിനാൽ അനാദരിക്കപ്പെട്ട അവൾ മറ്റൊരു ഗതിയില്ലാത്തവളായി എല്ലായ്പ്പോഴും നിൻ തരുവടിയെ തന്നെ ശരണം പ്രാപിച്ച് ഭജിച്ചു വന്നു. ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാർ. ഉത്താനപാദ മഹാരാജ ആരാണ്? ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സ്വയംഭൂ മനുവിന്റെയും ശതരൂപിയുടെയും പുത്രൻ ഉത്താനപാദൻ. ദേവഹൂതിയുടെ അനിയനോ ചേട്ടനോ ആവാം. അപ്പൊ ഈ ഉത്താനപാദ മഹാരാജാവിന് 2 ഭാര്യമാർ, സുനീതി എന്നും സുരൂചി എന്നും. അപ്പൊ എല്ലാവർക്കും രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് സുരൂചി എന്ന് പറയുന്നത്. എല്ലാ ഭർത്താക്കന്മാരെ 2 ഭാര്യമാരെ കല്യാണം കഴിച്ചാൽ രണ്ടാമത്തെ ഭാര്യയോട് ആയിരിക്കുമല്ലോ കൂടുതൽ സ്നേഹം. അങ്ങനെ സുരൂചി എടുത്ത് അദ്ദേഹത്തിന് കൂടുതൽ സ്നേഹം ഉണ്ടായി എന്നും സുനീതി അത്രയ്ക്ക് ശരിക്ക് വകവെച്ചില്ലെന്നും അവൾ സുനീതി വന്നിട്ട് ഗുരുവായൂരപ്പന്റെയും നിന്റെ ഭക്തിയില് നിന്റെ പ്രാർത്ഥനയിൽ സമയം കളഞ്ഞുവെന്നും ഭർത്താവിനാൽ അധികം ശ്രദ്ധിക്കപ്പെടാത്ത അവൾ നിന്റെ പ്രാർത്ഥനയിൽ സമയം കളഞ്ഞുവെന്ന് നിന്റെ പ്രാർത്ഥനയിൽ സമയം കളഞ്ഞ് നിന്നെ തന്നെ ഭജിച്ച് അങ്ങനെ സമയം കളഞ്ഞു വന്നു സമയം കഴിച്ചിരുന്നു നിന്നെ തന്നെ ഭജിച്ച് അവൾ സമയം കഴിച്ചിരുന്നു എന്നല്ലേ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണന്റെ അടുത്തല്ലേ കൃഷ്ണന്റെ കഥ പറയുകയാണ്. അപ്പോ അതാണ് ഈ ഒന്നാമത്തെ ശ്ലോകം. രണ്ടാമത്തെ ശ്ലോകം മഹാവിഷ്ണു കൃഷ്ണന്റെ അവതാരത്തിൽ ഗുരുവായൂരപ്പൻ ഇരിക്കുകയാണ്. അപ്പൊ ഗുരുവായൂരപ്പന്റെ അടുത്ത് ഉത്താനപാദന്റെയും മറ്റേ കഥ പറയുകയാണ്. നിന്റെ അതായത് ധ്രുവൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, നിനക്കൊക്കെ അറിയുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ ധ്രുവന്റെ ഭാര്യ സുനീതി വന്നിട്ട്, അതായത് ഉത്താനപാദന്റെ ആദ്യത്തെ ഭാര്യ, അവള് ഭർത്താവ് ശരിക്കും ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിന്നെ ഭജിച്ച് നിന്നിൽ തന്നെ പ്രാർത്ഥിച്ച് സമയം കളയുകയായിരുന്നു, അല്ലേ ശരിയല്ലേ എന്ന് ചോദിക്കുകയാണ് നാരായണ ഭട്ടതിരിപ്പാട് മഹാവിഷ്ണുവിനോട്, അതായത് ഗുരുവായൂരപ്പനോട്. രണ്ടാമത്തെ ശ്ലോകം അങ്കേ പിതുഃ സുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതോതിരുക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. അങ്കേ പിതൃസുരുചിപുത്രകമുത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതഃ അതിരുക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരുച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. അതായത് പറയുന്നത് എന്താ വെച്ചാല് അങ്കേ പിതുഃ സുരൂചിഃ പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതഃ അതിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരൂച്യാം ദുസന്ധ്യജാ ഖലു ഭവദ്വിമുഖൈ അസൂയാ. അങ്കേ പിതുഃ സുരൂചിഃ പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുത അതിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരൂച്യാ ദുസന്ധ്യജാ ഖലു ഭവദ്വിമുഖൈ അസൂയാ. അങ്കേ പിതുഃ സുരൂചിഃ പുത്രകം ഉത്തമം തം ദൃഷ്ട്വാ ധ്രുവഃ കില സുനീതി സുതോതിരോക്ഷ്യൻ ആജിക്ഷിപേ കില ശിശുഃ സുതരാം സുരൂച്യാ ദുസ്സന്ധ്യജാ ഖലു ഭവദ്വിമുഖൈരസൂയാ. ഓം നമോ ഭഗവതേ വാസുദേവായ. അച്ഛന്റെ വടിയിൽ ഉത്തമൻ എന്ന ആ സുരൂചിയുടെ പുത്രനെ കണ്ടിട്ട് സുനീതിയുടെ മകനായ ധ്രുവൻ അച്ഛന്റെ മടിയിൽ കയറുവാൻ ഭാവിക്കുമ്പോഴത്തേക്കും സുരൂചിയാൽ ആ ബാലൻ ഏറ്റവും അധിക്ഷേപിക്കപ്പെട്ടു. നിൻ തിരുവടിയുടെ വിരോധികളായിരിക്കുന്നവരാൽ അസൂയ ഉപേക്ഷിക്കപ്പെടുവാൻ കഴിയാത്തത് തന്നെയാണല്ലോ ഭഗവാനെ. അതായത് നാരായണ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഈ ഉത്താനപാദന് 2 ഭാര്യമാരുണ്ടായിരുന്നു, സുനീതി എന്നും സുരൂചി എന്നും. സുരൂചിയുടെ മകനായ ഉത്തമൻ ഉത്താനപാദന്റെ മടിയിൽ കയറി ഇരുന്നത് കണ്ടപ്പോൾ സുനീതിയുടെ മകനായ ധ്രുവനും അച്ഛന്റെ മടിയിൽ കയറി ഇരിക്കാനായിട്ട് ശ്രമിച്ചു. ആ സമയത്ത് സുനീതിക്ക് അത് കണ്ട് സഹിക്കാൻ പറ്റിയില്ല, അവൾ ധ്രുവനെ അധിക്ഷേപിച്ചു. അപ്പൊ ഇതില് പറയുന്നത് എങ്ങനെയല്ലേ ഗുരുവായൂരപ്പ? അപ്പൊ ഗുരുവായൂരപ്പ നിന്റെ അടുത്ത് ഒരു കാര്യം ഞാൻ പറയാം, നിന്തിരുവഴിയുടെ ആരെങ്കിലും വിരോധികളായി തീർന്നിരുന്നാൽ അവർക്ക് അസൂയ എപ്പോഴും ഉണ്ടാവും. നിന്തിരുവടിയുടെ വിരോധികൾക്കൊക്കെ മനസ്സിൽ എപ്പോഴും അസൂയ ഉണ്ടായിരിക്കും. ഇതാണ് മറ്റേ സുനീതിയെ പറ്റി നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന്റെ അടുത്ത് പറയുന്നത്. അടുത്ത 3-ാമത്തെ ശ്ലോകം ത്വന്മോഹിതേ പിതരി. 3-ാമത്തെ ശ്ലോകം വായിക്കാം. ത്വന്മോഹിതേ പിതരി പശ്യതി
ദാരവേശ്യേ ദുന്മോഹിതേ പിതരി പശ്യതി ദാരവേശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാപി സ്വമർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ തുന്മോഹിതേ പിതരി പശ്യതി ദാരവശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗതോ നിജാംബാം സാ വിശ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ ത്വത് മോഹിതേ പിതരി പശ്യതി ദാര പശ്യേ ദൂരം ദുരുക്തി നിഹതഃ സ ഗതോ നിജാംബാം സാപി സ്വമർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ ത്വത്മോഹിതേ പിതരി പശ്യതി ദ്വാരപശ്യേ ദൂരം ദുരുക്തി നിഹതഃ സഗത നിജഃ അംബാം സാപി സ്വകർമ്മഗതി സന്തരണായ പുംസാം ത്വത്പാദമേവ ശരണം ശിശവേ ശശംസ. അപ്പൊ ഇതിന് എന്താണ് അർത്ഥം നമുക്ക് പറയാം? അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായി ശ്രീവശകനായിരിക്കുന്ന പിതാവ്, അങ്ങയാൽ മോഹിക്കപ്പെട്ടവനായി ശ്രീവശകനായിരിക്കുന്ന പിതാവ് നോക്കിക്കൊണ്ടിരിക്കെ വളരെയേറെ ചീത്തവചനങ്ങളാൽ പ്രഹരിക്കപ്പെട്ട ആ ബാലൻ തന്റെ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. ആ സുനീതിയാവട്ടെ മനുഷ്യർക്ക് തങ്ങളുടെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും വിമോചനം ലഭിക്കുവാൻ നിത്യരുടെ തൃപ്പാദങ്ങൾ തന്നെയാണ് ശരണമായിട്ടുള്ളതെന്ന് ആ ബാലന് ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ സുനീതിയുടെ മകനായ ധ്രുവൻ, സുനീതിയുടെ മകനായ ഉത്തമൻ അച്ഛന്റെ ഉത്താനവാദിന്റെ മടിയിൽ കയറി ഇരിക്കുന്നത് കണ്ടപ്പോൾ, ധ്രുവനും കയറി ഇരുന്നപ്പോൾ സുനീതി വളരെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു. ഈ അധിക്ഷേപ വാക്കുകൾ കേട്ട് സഹിക്കാൻ വയ്യാതെ ധ്രുവൻ അമ്മയായ സുനീതിയുടെ അടുത്ത് ചെന്ന്, അമ്മയെ ഇങ്ങനെ ചിറ്റമ്മ എന്നെ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ സമയത്ത് സുനീതി പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ തിരുപ്പടികൾ തന്നെ ശരണം, നിൻ തിരുപ്പടി തന്നെ ശരണം, ഭഗവാനെ പ്രാർത്ഥിക്കല്ലേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് സുനീതി ധ്രുവനോട് സമാധാനപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ കൂടെ നാരായണ ഭട്ടതിരിപ്പാട് അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ ഉണ്ടായത് ഗുരുവായൂരപ്പ എന്ന് ഗുരുവായൂരപ്പന്റെ അടുത്ത് നാരായണ ഭട്ടതിരിപ്പാട് ചോദിക്കുകയും ചെയ്യുന്നു. അടുത്തത് 4-ാമത്തെ ശ്ലോകം. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീനിരേത്യനഗരാതി കില പഞ്ചവർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗ ത്വമാരാരാധ തപസാ മധുഗാനനാന്ദേ. ആകർണ്യ സോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനീനിരേത്യനഗരാതി കില പഞ്ചവർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വമാരാധ തപസാ മധുഗാനനാന്ദേ. ആകർണ്യ സ അപി ഭവത് അർച്ചന നിശ്ചിത ആത്മാ മാനി നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സംതൃഷ്ട നാരദ നിവേദിത മന്ത്രമാർഗഃ ത്വം ആരാധ തപസാ മധുകാനന അന്തേ. ആകർണ്യസോപി ഭവദർച്ചന നിശ്ചിതാത്മാ മാനി നിരേത്യ നഗരാത് കില പഞ്ചവർഷഃ സന്ദൃഷ്ടനാരദ നിവേദിത മന്ത്രമാർഗഃ ത്വമാരാധ തപസാ മധുഗാനനാന്ദേ. 5 വയസ്സ് മാത്രം പ്രായമുള്ളവനായിരുന്നുള്ളൂ എങ്കിലും അഭിമാനിയായിരുന്ന ആ ബാലൻ ആ ഉപദേശത്തെ കേട്ടിട്ട് അങ്ങയെ പൂജിക്കുന്നതിൽ ഉറച്ച ബുദ്ധിയോട് കൂടിയവനായി തലസ്ഥാന നഗരിയിൽ നിന്ന് പുറത്തു ചെന്ന് എതിർച്ച കണ്ടെത്തിയ നാരദ മഹർഷിയിൽ നിന്നും ഉപദേശിക്കപ്പെട്ട മന്ത്രത്തോടു കൂടിയ മധുവനം എന്ന വനപ്രദേശത്തിൽ തപസ്സുകൊണ്ട് നിൻ തിരുവടിയെ ആരാധിച്ചു. അതായത് ധ്രുവന്റെ കഥ എല്ലാം അറിയുന്ന ഗുരുവായൂരപ്പന്റെ അടുത്ത് പറയാണ് ഇങ്ങനെയല്ല ഉണ്ടായത്. അതായത് ആ കുട്ടിക്ക് 5 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അച്ഛന്റെ മടിയിൽ കയറി ഇരുന്നപ്പോ രണ്ടാനമ്മ വന്നിട്ട് അയാളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുകയും വഴക്ക് പറയുകയും ചെയ്തു. അപ്പൊ അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന കുട്ടി കരഞ്ഞു, അമ്മ എങ്ങനെ എന്നെ ചിറ്റമ്മ ഭയങ്കരമായിട്ട് അധിക്ഷേപിച്ചു, വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചപ്പോൾ സുനീതി പറഞ്ഞു, മോനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭഗവാന്റെ പ്രാർത്ഥനയല്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കുക, അതേ നമുക്ക് നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടിട്ട് കുട്ടിക്ക് 5 വയസ്സേ പ്രായമുള്ളൂ എങ്കിലും
ദേഷ്യം സഹിക്കാൻ വയ്യാതെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് നേരെ നഗരം വിട്ട് പുറത്തേക്ക് പോയി. ആ സമയത്ത് നാരദമുനിയെ വഴി കാണുകയും നാരദമുനി ഉപദേശിച്ച മന്ത്രം അങ്ങനെ ജപിച്ചുകൊണ്ട് മധുവനം എന്ന സ്ഥലത്ത് ചെന്നിട്ട് അതികഠിനമായി ഭഗവാനെ പ്രാർത്ഥിച്ച് തപസ്സിരിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയല്ലേ ഉണ്ടായത് ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് തന്നെ നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ചോദിക്കുകയാണ്. 5 വയസ്സ് മാത്രം പ്രായമുള്ളവനായിരുന്നുള്ളൂവെങ്കിലും അഭിമാനിയായിരുന്ന ആ ബാലൻ ആ ഉപദേശത്തെ കേട്ടിട്ട് അങ്ങയെ പൂജിക്കുന്നതിൽ ഉറച്ച ബുദ്ധിയോട് കൂടിയവനായി തലസ്ഥാന നഗരിൽ നിന്നും പുറത്തു ചെന്ന് എതിർച്ഛയാ കണ്ടെത്തിയ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രമാർഗത്തോട് കൂടിയവനായി മധുവനം എന്ന വനപ്രദേശത്തിൽ തപസ്സുകൊണ്ട് നിൻ തിരുവടിയെ ആരാധിച്ചു. ഓം നമോ നാരായണായ. 5ാമത്തെ ശ്ലോകം. ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തോ ബാലസ്തർപ്പിതമനാഃ ക്രമവർത്തിതേന നിന്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. അർത്ഥമുള്ള കഥയാണിത്. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തോ ബാലഃ തമസ്തർപ്പിത മനാഃ ക്രമവർദ്ധിതേന നിന്നെ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസ്വാന്തിത ചിത്തവൃത്തൗ ബാലഃ ത്വത് അർപ്പിതനോഃ ക്രമവർദ്ധിതേന നിത്യേ കഠോര തപസാ കില പഞ്ചമാസാൻ. താതേ വിഷണ്ണ ഹൃദയേ നഗരീം ഗതേന ശ്രീനാരദേന പരിസാന്വിത ചിത്തവൃത്തൗ ബാലസ്ത്വദർപ്പിത മനാഃ ക്രമവർദ്ധിതേന നിന്നേ കഠോര തപസാ കില പഞ്ചമാസാൻ. വ്യാകുലമായ ഹൃദയത്തോടു കൂടിയ പിതാവായ ഉത്താനപാദൻ രാജധാനിയില് ചെന്നു ചേർന്നിരുന്ന നാരദ മഹർഷിയാൽ സമാശ്വസിക്കപ്പെട്ടു. മനോവൃത്തിയോട് കൂടിയവനായിരിക്കെ ആ ബാലൻ നിന്തിരുവിടിയിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോട് കൂടിയവനായിട്ട് ക്രമേണ വർദ്ധിപ്പിക്കപ്പെട്ട കഠിന തപസ് കൊണ്ട് 5 മാസങ്ങൾ കഴിച്ചുകൂട്ടി. പുത്രനെ കാണാതായപ്പോഴാണ് നമ്മുടെ ഉത്താനപാദന് ബോധം വന്നത്. അപ്പൊ ഉടൻ തന്നെ ഉത്താനപാദൻ പുത്രനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എവിടെ പോയി നമ്മുടെ പുത്രൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് നാരദമുനി വന്നു പറഞ്ഞു, നിന്റെ പുത്രൻ ഇങ്ങനെ ഭഗവാന്റെ തപസ്സിനായിട്ട് അങ്ങനെ മധുവനത്തിലേക്ക് ചെന്നിരിക്കുകയാണെന്ന് നാരദമുനി ഉത്താനപാദന്റെ അടുത്ത് പറഞ്ഞു. ഇത് അപ്പൊ ഉത്താനപാദൻ അങ്ങനെ സമാധാനിച്ചു. കുട്ടി എവിടെയെങ്കിലും ഉണ്ടല്ലോ, കണ്ടുപിടിക്കപ്പെട്ടുവല്ലോ എന്ന് സമാധാനിച്ചു. ആ കുട്ടിയാകട്ടെ നേരെ മധുവനത്തിൽ ചെന്നിട്ട് തപസ്സിന്റെ കാഠിന്യം ഓരോ ദിവസവും പോകുന്തോറും തപസ്സിന്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടിരുന്ന് 5 മാസത്തേക്ക് അതിഘോരമായി അതികഠിനമായി തപസ് ചെയ്തു. അങ്ങനെയല്ലേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ നാരായണ ഭട്ടതിരിപ്പാട് ധ്രുവന്റെ കഥ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണായ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാമിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തിവാതാലയ വാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ നാരായണായ നാരായണായ. ഇന്നത്തെ അധ്യായത്തില് ധ്രുവചരിതത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് അർത്ഥം അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെ 17ാം ദശകമായ ധ്രുവചരിതം ആദ്യത്തെ 5 അധ്യായങ്ങൾ, ആദ്യത്തെ 5 ശ്ലോകങ്ങൾ ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ അധ്യായം അവതരിപ്പിച്ച പ്രിയപ്പെട്ട അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമോ. ഏവർക്കും നന്ദി.